ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ടാലന്റിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട 5 PYQസും അതിന്റെ എക്സ്പ്ലനേഷൻസുമാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഗോവ വാസ് ക്യാപ്ചർഡ് ബൈ പോർച്ചുഗീസ് അണ്ടർ ദ വൈസ്രോയി ഓഫ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഓപ്ഷൻ ബി അൽഫോൻസോ ഡി അൽബുക്കർ, ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ ഡി നുനാഡോ കുനിയ. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചോദ്യം. അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും പരിചിതമാണ് എങ്കിലും നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം. ശരിയായ ഉത്തരം ഏതാണ്? അൽബുക്കർക്കാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലോവർ ഡിവിഷൻ ക്ലർക്കിൽ വന്ന ഒരു ചോദ്യമാണ്. അപ്പം അൽബുർക്കാണ് നമ്മുടെ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇനി അൽബുർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് ഫാക്ട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണെന്ന് ഓർക്കുക. ആര്? അൽബുക്കർക്ക്. അതുപോലെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? അൽബുക്കർക്കിനെ തന്നെയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ഇനി മറക്കരുത്. ആരാണ്? അൽബുക്കർക്കാണ് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. പിന്നീട് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആരാണെന്ന് ചോദിച്ചാലും അത് ആരാണ്? വൈസ്രോയി ആയിട്ടുള്ള അൽബുക്കർക്കാണ് എന്നും ഓർമ്മയിൽ വെക്കുക. പിന്നീട് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ, അതായത് ആ മിശ്ര വിവാഹം തന്നിരിക്കുന്നു. മിശ്ര കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ സങ്കരവാസ സങ്കേതങ്ങൾ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ ഇത് പ്രോത്സാഹിപ്പിച്ച വൈസ്രോയും ആരായിരുന്നു? അൽബുക്കർക്കാണ്. അപ്പോൾ ഒരു വൈഡ് കോൺസെപ്റ്റ് ഉള്ള ഒരു വൈസ്രോയി കൂടിയായിരുന്നു ആര്? അൽബുക്കർക്ക് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. പിന്നീട് ഇന്ത്യയിൽ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തിയ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പം ഇന്ത്യയിൽ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തിയ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്കാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസുകാരനായി അറിയപ്പെടുന്നതും ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനും ആരാണ്? അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയും ആരായിരുന്നു? അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തിയ വൈസ്രോയും ആരായിരുന്നു? അൽബുക്കർക്കാണ്. ഇനി നമുക്കൊരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു മാർക്കും കൂടെ ഒന്ന് നേടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നായിരുന്നു? ബിജാപൂർ സുൽത്താനിൽ നിന്നാണ്. ബിജാപൂർ സുൽത്താനായ ആരിൽ നിന്നാണ്? മുഹമ്മദ് ആദിൽ ഷായിൽ നിന്നാണ് എന്ന് ഓർക്കുക. പിന്നീട് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയും ആരായിരുന്നു? അൽബുക്കർക്കാണ്. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് എങ്ങോട്ട് മാറ്റിയത്? ഗോവയിൽ നിന്ന് മാറ്റിയതും ആരായിരുന്നു? അൽബുക്കർക്കാണെന്നുള്ളത് ഓർക്കുക. അതുപോലെ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തത് ഏത് സുൽത്താനിൽ നിന്നായിരുന്നു? ഓർക്കുക. മുഹമ്മദ് ആദിൽ ഷായായ ബിജാപൂർ സുൽത്താനിൽ നിന്നാണെന്നുള്ളതും ഓർക്കുക. അപ്പം അൽബുക്കർക്ക് വന്ന ഒരു ചോദ്യം, അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സും എന്ത് ചെയ്തു? ക്ലിയർ ആയി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പം അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സും എന്ത് ചെയ്യുക? ഇങ്ങനെ വേണം പഠിച്ച് പോകാനായിട്ട്. കാരണം റിപ്പീറ്റ് ചെയ്ത് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ ഇമാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത്. കേരളത്തിലെ ഇമാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ആരാണെന്നുള്ളത്. ഓപ്ഷൻ എ ഡച്ചുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ഡി ഇംഗ്ലീഷുകാർ. ഇംഗ്ലീഷുകാർ എന്ന് പറയുമ്പോൾ ആരാണ്? ബ്രിട്ടീഷുകാർ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏതാണ് ശരിയായുള്ള ഉത്തരം. കേരളത്തിൽ ഇമാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പോർച്ചുഗീസുകാരാണ് അത് ചെയ്തത്. അപ്പം ആരാണ്? ജൂനിയർ അസിസ്റ്റൻറ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കണക്റ്റിംഗ് ഫാക്ട്സ് കുറച്ച് പരിചയപ്പെടാം. ഓക്കെ, തൃശ്ശൂർ ജില്ലയിൽ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്തായാലും കേരള ഹിസ്റ്ററിയിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കുക, പോർച്ചുഗീസ് കോട്ട അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുള്ളത് ഓർത്തു വെക്കുക. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരായിരുന്നു? അൽമേഡയായിരുന്നു. ആരാണ്?
അൽമേഡയാണ് എന്നുള്ളത് ഓർക്കുക. പിന്നീട് 1519 പോർച്ചുഗീസുകാർ സ്ഥാപിക്കപ്പെട്ട സെന്റ് തോമസ് കോട്ട. ഈ സെന്റ് തോമസ് കോട്ടയ്ക്ക് ഒരു പേരുകൂടി ഉണ്ട്. എന്താണ്? തങ്കശ്ശേരി കോട്ട എന്നറിയപ്പെടുന്നു. ഈ തങ്കശ്ശേരി കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. തങ്കശ്ശേരി കോട്ട കൊല്ലം ജില്ല. ഇനി കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് എന്ത്? ചാലിയൻകോട്ട. അപ്പം ചാലിയൻകോട്ട ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് ചാലിയൻകോട്ട രൂപീകരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട പ്ലാൻ എന്തായിരുന്നു? അതായത് കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ എന്ത് നിർമ്മിച്ചത്? ചാലിയംകോട്ട കോഴിക്കോട് നിർമ്മിച്ചതെന്നുള്ളത് ഓർക്കുക. ഇനി ചാലിയംകോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് ആര്? നുനോ ഡ കുൻഹ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യത്തിന് അധികം ഓപ്ഷൻ കണ്ടിരുന്നു. അപ്പോൾ നുനോ ഡ കുൻഹ ആരാണ്? ചാലിയംകോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡ കുൻഹ. അപ്പം അതും ക്ലിയർ ആണ്. പിന്നീട് ചാലിയൻകോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി, അതായത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നു ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ ഏതാണ് അതിൻ്റെ ഉത്തരം? ചാലിയൻകോട്ടയാണ്. അപ്പം ചാലിയൻകോട്ടയിലെ 3 ഫാക്ട്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ചാലിയൻകോട്ട വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. പിന്നീട് ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികൾ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി എവിടെയാണ്? കൊച്ചിയിലാണ്. പിന്നീട് ബോജിസ് പള്ളി. ബോജിസ് പള്ളി എവിടെയാണ്? ഗോവയിലാണ്. ഈ 2 പള്ളികളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗോതിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചത്. ഏത് ശൈലിയാണ്? ഗോതിക് ശൈലിയിലാണ് നിർമ്മിച്ചതെന്നുള്ളത് ഓർക്കുക. അതുപോലെ പോർച്ചുഗീസുകാർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും കൃഷി ശാസ്ത്രീയമായ രീതി പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പം കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയമായ രീതി പ്രോത്സാഹിപ്പിച്ചത് ഏത് യൂറോപ്യന്മാരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാരാണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. അപ്പം പോർച്ചുഗീസുകാരുമായിട്ട് നമ്മൾ ഇത്രയും ഫാക്ട്സ് ആണ് പഠിച്ചത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ചാലിയൻകോട്ടയാണ്. നമുക്ക് ചാലിയൻകോട്ടയുടെ ഫാക്ട്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു? നുനോ ഡ കുൻഹ ആണെന്നുള്ളതും ഓർമ്മയിൽ വെക്കുക. ചാലിയൻകോട്ട സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് അറിയപ്പെടുന്നതെന്നുള്ളതും ഓർക്കുക. അപ്പം ഇത്രയും ഫാക്ട്സ് ആണ് നമുക്ക് പോർച്ചുഗീസുമായിട്ട് റിലേറ്റ് ചെയ്ത് അഡീഷണൽ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കാൻ, അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള റെയർ ആയിട്ടുള്ള ഫാക്ട്സുകളാണിത്. അപ്പം നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഓക്കെ, ഏത് വർഷമാണ്? 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ റാൽഫ് ഫിച്ച്, ഓപ്ഷൻ ബി ക്യാപ്റ്റൻ റുഡോൾഫ്, ദെൻ ഓപ്ഷൻ സി ക്യാപ്റ്റൻ വില്യം കീലിംഗ്, ഓപ്ഷൻ ഡി അഡ്മിറൽ നെൽസൺ. ഇതിൽ ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. നമുക്കിതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് ഒന്ന് നോക്കാം. അതായത് കേരളത്തിൽ കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനാണ് ആര്? മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്നുള്ളത് ഓർക്കുക. എന്നാൽ 1615 ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തുകയും സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഓക്കെ, സോ 1615 ക്യാപ്റ്റൻ കീലിംഗ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്ററായിട്ട് എവിടെ എത്തുന്നു? സാമൂതിരിയെ കാണാനായിട്ട് എത്തുന്നു. സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കുവാൻ ഇംഗ്ലീഷുകാർ കോഴിക്കോടിനെ സഹായിക്കണമെന്ന് ഈ ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്യുന്നു. സാമൂതിരി തന്റെ രാജ്യത്ത് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ആർക്കു നൽകുന്നു? ഇംഗ്ലീഷുകാർക്ക് നൽകുന്നു. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നിവയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ. പണ്ടകശാലകൾ എന്ന് വെച്ചാൽ എന്താണ്? സംഭരണശാലകൾ എന്നാണ് പണ്ടകശാലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നിവയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഒന്നും കൂടി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ്. അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ്, കേരളത്തിൽ അതായത് കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനായിരുന്നു മാസ്റ്റർ റാൽഫ് ഫിച്ച്. അത് ഓർക്കുക.
പക്ഷേ 1615 ഇവിടെ സ്പെസിഫൈ ചെയ്ത് ഡേറ്റ് നൽകുന്നുണ്ട്. 1615 ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എവിടെ എത്തുന്നു? കേരളത്തിലെത്തുന്നു. എന്തിനു വേണ്ടി എത്തി? സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടി ഒപ്പുവെക്കാനായിട്ട്. ഇനി എന്തായിരുന്നു ആ വ്യാപാര ഉടമ്പടി? കൊടുങ്ങല്ലൂരിൽ നിന്നും, ഏതൊക്കെ സ്ഥലങ്ങളാണ്? കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ. ആരെ ബഹിഷ്കരിക്കാൻ? പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ ഇംഗ്ലീഷുകാർ കോഴിക്കോടിനെ സഹായിക്കണമെന്ന് ഈ ഉടമ്പടിയിൽ എന്ത് ചെയ്തു? വ്യവസ്ഥ ചെയ്തു. സാമൂതിരി തൻ്റെ രാജ്യത്ത് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ആർക്ക് നൽകുന്നു? ഇംഗ്ലീഷുകാർക്ക് നൽകുന്നു. അങ്ങനെ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നിവയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ. സോ അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ട പോയിന്റ്സ് ഇത്രയുമാണ്. ക്ലിയർ ആണ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ പോകുന്നതിന് മുമ്പേ ഇപ്പം ഡിഗ്രി ലെവൽ എക്സാം, അതായത് ഡിഗ്രി ലെവൽ എക്സാം പ്രിലിംസ് ആകട്ടെ മെയിൻസ് ആകട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഇതുപോലെയുള്ള റെയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പം അത് എവിടെയാണ്, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാക്റ്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ്. അതായത് പ്രത്യേകത ടോപ്പിക് വൈസ് ആണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് എങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്കും സ്വന്തമാക്കാം. കാരണം ഇനി അങ്ങോട്ട് വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ആകട്ടെ മെയിൻസ് ആകട്ടെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് PYQ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഇനിയും എക്സാമുകൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഈ ഒരു റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ varanda.talent കേരള എന്ന സൈറ്റ് വഴിയും, അതും അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള കോട്ട ഏതാണ്? ഏത് വർഷമാണ്? 1695. കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ വർഷങ്ങൾ വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമ്മൾ പഠിച്ചതുമായിട്ട് ചെറിയ കൺഫ്യൂഷൻ വരും. ആ ഉത്തരമാണോ ഈ ഉത്തരമാണോ എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള കോട്ട ഏതാണ്? ഓപ്ഷൻ എ പാലക്കാട് കോട്ട, ഓപ്ഷൻ ബി ആയക്കോട്ട, ഓപ്ഷൻ സി കോട്ടപ്പുറം കോട്ട, ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കോട്ട. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അഞ്ചുതെങ്ങ് കോട്ടയാണ് എന്ത് ചെയ്തത്? 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള കോട്ട. അപ്പോൾ നമുക്കിതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ഉമയമ്മ റാണി. അതായത് അവർകളെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ആറ്റിങ്ങൽ റാണി എന്നും അറിയപ്പെടുന്നത് ആരാണ്? ഉമയമ്മ റാണിയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങ് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് എന്ന് ഓർക്കുക. ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. പിന്നീട് 1684 പണ്ടകശാല തുറക്കുന്നതിനും 1690 കോട്ട കെട്ടാനുമുള്ള അനുമതി നൽകി. 1684 പണ്ടകശാല തുറക്കുന്നതിനും അത് കഴിഞ്ഞ് 1690 കോട്ട കെട്ടാനുമുള്ള എന്ത് ചെയ്തു? അനുമതി നൽകി. 1695 അഞ്ചുതെങ്ങിൽ ചതുരാകൃതിയിലുള്ള കോട്ടയുടെ പണി പൂർത്തിയായി. ഓക്കെ, അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ടയുമായിട്ടുള്ള കുറച്ച് റയർ ഫാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1684 പണ്ടകശാല തുറക്കുന്നതിന് ഉമയമ്മ റാണിയിൽ നിന്ന് അനുവാദം കിട്ടുകയും 1690 കോട്ട കെട്ടാനുള്ള അനുമതി കിട്ടുന്നു. ഓക്കെ, അങ്ങനെ 1690 കോട്ട കെട്ടിത്തുടങ്ങി 1695 എന്ത് കഴിയുന്നു? അഞ്ചുതെങ്ങ് കോട്ട ചതുരാകൃതിയിൽ കോട്ടയുടെ പണി പൂർത്തിയാകുന്നു. അപ്പം ഈ ഒരു ഇയേഴ്സും കൂടെ 1684, 1690, 1695 ഓർമ്മയിൽ വെക്കുക. പിന്നീട് അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? അപ്പം നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ഉമയമ്മ റാണിയിൽ നിന്നാണ് അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയിൽ നിന്നാണ് അനുവാദം നേടിയെടുത്തത്. ഇനി ആരാണ് പോയി ഈ അനുവാദം നേടിയെടുത്തതെന്നുള്ളതാണ്. ആരാണ് അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? ജോൺ ബ്രാബോൺ ആണ്. ആരാണ്? ജോൺ ബ്രാബോൺ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഫാക്ട്സ് പഠിച്ചു വെക്കുക. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ അഞ്ചുതെങ്ങ് കോട്ട ചതുരാകൃതിയിലാണെന്ന് ഓർക്കുക. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയാകുന്നത്. ഈ പണി പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഈ അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിക്കുവാനുള്ള അനുവാദം ആരിൽ നിന്നാണ് വാങ്ങിയെടുത്തത്?
ഉമയമ്മ റാണിയിൽ നിന്ന് ആര് വാങ്ങിയെടുത്തു? ജോൺ ബ്രാബോൺ വാങ്ങിയെടുത്തു എന്നുള്ളതും ഓർമ്മയിൽ വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനൊപ്പം ഒപ്പുവെച്ച രാജാവ് ആരാണ്? അല്ലെങ്കിൽ മാന്നാർ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചതെന്നുള്ളതാണ്. ഇവിടെ ആരാണ് കായംകുളം രാജാവിനൊപ്പം ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി രാമവർമ്മ, ഓപ്ഷൻ സി ബാലരാമവർമ്മ, ഓപ്ഷൻ ഡി സാദി തിരുനാൾ. ശരിയായുള്ള ഉത്തരം ഏതാണ്? ഇപ്പം എല്ലാവരും മനസ്സിൽ ഉത്തരം വന്നു കാണും. എന്നാലും നമുക്ക് ഉത്തരം മാർക്ക് ചെയ്യാം. ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മയാണ് മാന്നാർ ഉടമ്പടിയിൽ ആരുമായി? കായംകുളം രാജാവുമായിട്ട് ഒപ്പുവെച്ചത്. അപ്പം നമുക്ക് മാർത്താണ്ഡവർമ്മയുമായി റിലേറ്റ് ചെയ്തിട്ട് കേരള ഹിസ്റ്ററിയിൽ നിന്ന് തിരുവിതാംകൂർ ചരിത്രത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് മാർത്താണ്ഡവർമ്മ. സോ അപ്പം നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ ഒരു കണക്റ്റിംഗ് ഫാക്ട്സ് പരിചയപ്പെടാം. ഓക്കെ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. പിന്നീട് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. അപ്പം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, അതുപോലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവും ആര് തന്നെയാണ്? അത് മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ആൻസർ മാർക്ക് ചെയ്യാം. ഇനി തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം. ഓക്കെ, ഇത് എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം, അതാ ഈ പതിവ് കണക്ക് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ബജറ്റ്. ഈ ബജറ്റ് കൊണ്ടുവന്നത് ആരാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, പിന്നീട് രാജവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവും ആരാണ്? അതും മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർക്കുക. പിന്നീട് തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂ സർവേ നടത്തിയത് ആരാണ്? അതും മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർക്കുക. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അതായത് യുവരാജാവ് എന്ന നിലയിലാണ്, അത് ഓർക്കുക. വേണാട് ഉടമ്പടിയിൽ യുവരാജാവ് എന്ന നിലയിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏത്? വേണാട് ഉടമ്പടി. ഏത് വർഷമായിരുന്നു വേണാട് ഉടമ്പടി? വേണാട് ഉടമ്പടി എപ്പോഴും PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1723 വേണാട് ഉടമ്പടി. ഒരു യുവരാജാവ് എന്ന നിലയിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടിയും ഏത് തന്നെയായിരുന്നു? വേണാട് ഉടമ്പടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം ഇതുപോലെ നമുക്ക് മറ്റ് ടോപ്പിക്കുകളുമായിട്ട് മറ്റ് വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.